ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ഗ്യാപ്പ് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഒരു 6-7 മാസമൊക്കെ ആയി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനി പഴയ പോലെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ് സിറത്തിനെ കുറിച്ചാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഫേസ് സിറം യൂസ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള, നിങ്ങളുടെ സ്കിൻ കൺസേണിനനുസരിച്ചിട്ടുള്ള സിറം തന്നെയാണോ യൂസ് ചെയ്യുന്നത്? എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ സിറം യൂസ് ചെയ്യുന്നവരും ഇനി യൂസ് ചെയ്യാൻ പോകുന്നവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് സിറം എന്ന് നോക്കാം. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണല്ലോ. ഫസ്റ്റ് എന്താണ് സിറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിൽ വരുന്നതാണ്. ഇതിൻ്റെ മോളിക്യൂൾ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തോട്ട് ഈസിലി ഇത് അബ്സോർബ് ആവും. നമ്മുടെ മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്നത് ക്രീമാണ്, അപ്പോൾ അതിൻ്റെ മോളിക്യുലർ സൈസ് കുറച്ചും കൂടെ വലുതാണ്. അപ്പോൾ ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ പോസിൻ്റെ അകത്തോട്ടൊക്കെ പെട്ടെന്ന് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും സിറം യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റ് രീതിയിലല്ല സിറം യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സൈഡ് എഫക്ട്സും ഉണ്ടാവും. പല ടൈപ്പിൽ സിറംസ് നമുക്ക് അവൈലബിൾ ആണ്. നിയാസിനമൈഡ് ഉണ്ട്, സാലിസിലിക് ആസിഡിൻ്റെ സിറം ഉണ്ട്, അതുപോലെ റെറ്റിനോൾസ് ഉണ്ട്, പെപ്റ്റൈഡ്സ് ഉണ്ട്, ഹൈലറോണിക് സിറം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് നിങ്ങളുടെ സ്കിൻ പ്രോബ്ലം എന്താണ്, അതനുസരിച്ചിട്ട് മാത്രം ഈ സിറംസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളിപ്പം എല്ലാവരും സിറം യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 18+ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 20+ ആയിട്ടുള്ളവർ മാത്രം സിറം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ ആ ഒരു ടീനേജ് ടൈമിലൊക്കെ എന്തായാലും നമുക്ക് സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ബ്രേക്കൗട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അത് നാച്ചുറലി ഉണ്ടാകുന്നതാണ്, അത് നാച്ചുറലി പോവുകയും ചെയ്യും. പിന്നെ അത് ഭയങ്കരമായിട്ട് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സിറം യൂസ് ചെയ്യാം. പക്ഷേ എന്നാലും 18 വയസ്സിന് ശേഷം സിറം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു 20 വയസ്സിനൊക്കെ ശേഷം സിറം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും നമുക്ക് നാച്ചുറലി ഒരു സ്കിൻ ബാരിയർ ഉണ്ടാവും നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ അത് വെറുതെ ഡാമേജ് ആക്കി കളയണ്ട. ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ pH ലെവലൊക്കെ ഇംബാലൻസ് ആവാനും അതുപോലെ നമ്മുടെ സ്കിൻ ബാരിയറൊക്കെ ഡാമേജ് ആവാനും ഒക്കെ കാരണം. അതുകൊണ്ട് നമ്മൾ നാച്ചുറലി ഉള്ള ഒരു സ്കിൻ ബാരിയർ നമ്മൾ മൊത്തം ഒന്ന് കുളമാക്കാതെ, അത്രയ്ക്ക് ഭയങ്കര സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സിറം യൂസ് ചെയ്താൽ മതി. ഇതിലുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഏത് സിറം എന്ത് പ്രോബ്ലത്തിന് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് ടൈപ്പ് സിറംസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ സിറം എന്തിനൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ സ്കിൻ ഇഷ്യൂസ് ഒന്നുമില്ല, ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് ടാൻ അടിക്കുന്നു, അല്ലെങ്കിൽ അതൊന്ന് മാറിയിട്ടൊന്ന് ബ്രൈറ്റ് ആവണം, അത്രയൊക്കെ ഉള്ളൂ. ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് സിറം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് വൈറ്റമിൻ സി സിറം ആണ് കേട്ടോ. വൈറ്റമിൻ സി സിറം എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്നതാണ്. അതുപോലെ തന്നെ ടാനൊക്കെ മാറും. നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. വേറെ അങ്ങനെ വലിയ സ്കിൻ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ വൈറ്റമിൻ സി ആയിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്ന് പറയുന്നത് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഏജിങ്, ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോളിൻ്റെ സിറം യൂസ് ചെയ്യാം കേട്ടോ. എല്ലാവരുടെയും പ്രശ്നമാണ് പിമ്പിൾസ്, വലിയ അഗ്നി വരുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ശരിക്കും ഓയിൽനെസ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇങ്ങനത്തെ പ്രോബ്ലം എല്ലാം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡിൻ്റെ സിറമാണ് കേട്ടോ. അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പിമ്പിൾസൊക്കെ നല്ല കുറവുണ്ട്. സോ എൻ്റെ എക്സ്പീരിയൻസും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ പ്രോബ്ലം ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, ഭയങ്കര ഒരു ഹൈഡ്രേഷൻ ഇല്ലാത്ത ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡിൻ്റെ സിറം യൂസ് ചെയ്യാം. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഗ്ലോ തരുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ്ലി ഒന്ന് നമ്മുടെ ഗ്ലോയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നൊരു സിറമാണ് കേട്ടോ. യൂസ് പിമ്പിൾസ് ഒന്നുമല്ല, ഡാർക്ക് സ്പോട്ട്സ്, അൺഈവൻ സ്കിൻ ടോൺ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് നമ്മുടെ ഫേസിൽ ഇപ്പോൾ പല ഭാഗങ്ങളിൽ പല കളർ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റാനായിട്ടും അതുപോലെ തന്നെ ശരിക്കും പിമ്പിൾസ് വന്നിട്ട് പോയതിൻ്റെ മാർക്സ് ഒക്കെ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നയാസിനമൈഡ് സിറമാണ് കേട്ടോ. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാവും. ഏറ്റവും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പിമ്പിൾ മാർക്സ് നന്നായിട്ട് ഫെയ്ഡ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നയാസിനമൈഡ് എന്ന് പറയുന്നത്. ഏത് സിറം യൂസ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് തന്നെ 10% ഒന്നും ഉള്ളത് യൂസ് ചെയ്യരുത്, ഒരു 2 to 5% ഉള്ളത് മാത്രം യൂസ് ചെയ്യുക. അതിനിപ്പോൾ വൈറ്റമിൻ സി ആണെങ്കിലും നയാസിനമൈഡ് ആണെങ്കിലും സാലിസിലിക് ആണെങ്കിലും എല്ലാം ഒരു 2 to 5% ഒക്കെ ഉള്ളത് വേണം ഫസ്റ്റ് നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നയാസിനമൈഡ് ചെറിയ രീതിയിലൊക്കെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി സിറത്തിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സേഫർ ആയിട്ടുള്ളൊരു സിറമാണ്. നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം. അത്യാവശ്യം സേഫാണ്, വൈറ്റമിൻ സിയേക്കാളും സേഫാണെന്ന് ഞാൻ പറയും. ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അത് യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് വലിയ സ്കിൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്കിൻ ബാരിയർ ഒന്നും അത്രയ്ക്കൊന്നും ഡാമേജ് ആവാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നയാസിനം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഡെയിലി ടാൻ ഒക്കെ അടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ നയാസിനമൈഡ് മതിയാവും. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി വൈറ്റമിൻ സിയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നയാസിനമൈഡ് കുറച്ചും കൂടെ സേഫാണ്, കുറച്ചും കൂടെ മൈൽഡാണ്. സോ നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, പിമ്പിൾസ് ഇല്ല, പിമ്പിൾ മാർക്സ് ഇല്ല, ജസ്റ്റ് അൺഈവൻ സ്കിൻ ടോൺ അല്ലെങ്കിൽ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ മാത്രമാണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ കോജിക് ആസിഡിൻ്റെ സിറം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ സിറം യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ വൈറ്റമിൻ സി സിറം ഒക്കെ ആണെങ്കിൽ രാത്രി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സാലിസിലിക് ആസിഡ് ആണെങ്കിലും രാത്രി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഈ സിറം കറക്റ്റ് രീതിയിലല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കിൻ ഇഷ്യൂസ്, ബ്രേക്കൗട്ട്സ്, അല്ലെങ്കിൽ ഡാർക്ക് ആവുക, സ്കിൻ ഡാർക്ക് ആവുക, ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും.
ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സി സിറം, സാലിസിലിക് ആസിഡ് സിറം ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ രാത്രി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ രാവിലെ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിറത്തിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരിക്കണം. ഡേ ടൈം ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൺസ്ക്രീനും യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ചില ആൾക്കാരെങ്കിലും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, പെട്ടെന്ന് നമ്മൾ സിറം അപ്ലൈ ചെയ്യും, അതിന് മുകളിൽ കൂടി പെട്ടെന്ന് എന്ത് ചെയ്യും, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, എന്നിട്ട് പെട്ടെന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഫസ്റ്റ് സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ ഡാബ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആവും. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 2 or 3 minutes ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ എന്ത് സ്കിന്നിൽ അപ്ലൈ ചെയ്താലും അതൊന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആവാനായിട്ട് ഒരു കുറച്ച് ടൈമെങ്കിലും കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം മാത്രം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട്. എല്ലാവരും ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് വെയിലത്തോട്ട് ഇറങ്ങും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടി റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്, സിറം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് സ്കിൻ ഡാർക്കായി എന്ന്. അങ്ങനെയല്ല, നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ കറക്റ്റ് സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള, കറക്റ്റ് സ്കിൻ കൺസേണിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടും സ്കിൻ ഡാർക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നമാണ്, നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സിറം യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഡേ ടൈം ആണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. നൈറ്റ് ആണെങ്കിൽ സെയിം ഇത് തന്നെ ഫോളോ ചെയ്യുക, സൺസ്ക്രീൻ വേണ്ട. ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമേ സിറം യൂസ് ചെയ്യുമ്പോൾ 10% ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒരു 2 to 5% ഉള്ള സിറംസ് നോക്കി തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ബിഗിനേഴ്സ് അല്ലെങ്കിൽ പോലും ചെറിയ കോൺസെൻട്രേഷൻ ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഈ സിറം എടുത്തിട്ട് ഒരുപാട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യും. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരുപാട് അപ്ലൈ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. ഇത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്ര യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്ലൈ 2 or 3 ഡ്രോപ്സ് അല്ലെങ്കിൽ 4 or 5 ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്ര മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇനി ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ പിമ്പിൾസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ എവിടെയൊക്കെ പിമ്പിൾസ് ഉണ്ടോ അവിടെ മാത്രം ജസ്റ്റ് ഒരു ഡ്രോപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് വലിയ സ്കിൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ വലിയ അലർജീസോ അല്ലെങ്കിൽ പെട്ടെന്നൊരു റിയാക്ഷനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരുടെ കാര്യം പ്രത്യേകം പറയാം. അവർ ഈ കാണുന്ന എല്ലാ സിറവും പെട്ടെന്ന് കയറി യൂസ് ചെയ്യരുത് കേട്ടോ. അവരുടെ സ്കിന്നിൽ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ജസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം സിറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന സിറം യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സിറം പറയാം കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ എനിക്ക് ഇഷ്ടപ്പെട്ട സിറം ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് ഡെർമാക്കോയിഡാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാലിസിലിക് ആസിഡ് ഞാൻ ഇപ്പോൾ നയാസിനമൈഡും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു സാലിസിലിക് ആസിഡ് സിറം ഈ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ശരിക്കും പിമ്പിൾസ് വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ അത് എനിക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിമ്പിൾസൊക്കെ പെട്ടെന്ന് മാറിയ പോലെ എനിക്ക് തോന്നി. 2 വർഷം മുമ്പ് ഡെർമാക്കോയുടെ സാലിസിലിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്തിരുന്നത് പിമ്പിൾസ് വന്ന സമയത്ത്. അതും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യുന്ന 2-3 ദിവസത്തിനകത്ത് വെച്ചിട്ട് നമുക്ക് വരാനുള്ള എല്ലാ പിമ്പിൾസും ഫേസിൽ വന്നങ്ങ് തീർന്നിട്ടാണ് പിന്നെ കുറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശരിക്കും പിമ്പിൾസ് വരും. അതായത് വരാനായിട്ടിരുന്ന പിമ്പിൾസ് എല്ലാം കൂടി നമുക്ക് വന്നിട്ട് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. അങ്ങനെയായിരുന്നു. പക്ഷേ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ വാങ്ങിയ മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് സിറം എന്ന് പറയുന്നത് എനിക്കങ്ങനെ പിമ്പിൾസ് വന്നിട്ടില്ല, പക്ഷേ ഉണ്ടായിരുന്ന പിമ്പിൾസ് എല്ലാം മാറി. പിന്നെ പുതിയതായിട്ടൊന്നും വരുന്നുമില്ല. ഒരു ഗ്ലോയിങ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മിനിമലിസ്റ്റിൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടി കേട്ടോ. എനിക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടായിരുന്നു പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത്. ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് മനസ്സിലായി. ഒരു നല്ലൊരു ബ്രൈറ്റനിങ്, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ആയിരുന്നു. പക്ഷേ അത്ര അഫോർഡബിൾ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പ്ലമ്മിൻ്റെ സജസ്റ്റ് ചെയ്യാത്തത് ബിഗിനേഴ്സിന്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാമായർത്തിൻ്റെ വൈറ്റമിൻ സി സിറമാണ്. മാമായർത്തിൻ്റെ വൈറ്റമിൻ സി സിറവും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കുറയ്ക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ സഡനായിട്ട് പെട്ടെന്നുള്ളൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷേ പതുക്കെ പിഗ്മെൻറ്റേഷൻ, ചെറിയ ഡാർക്ക് സ്പോട്ട്സ് അതൊക്കെ കുറയ്ക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സിറം യൂസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. സിറം യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ, അതിന് ശേഷം സൺസ്ക്രീൻ, ഇത് കറക്റ്റ് അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നതിന് ഒരു 15-20 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം ഇറങ്ങാം കേട്ടോ. പെട്ടെന്ന് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ചില ആൾക്കാരുടെ സ്കിന്നിൽ റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ സിറമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇനി തൊട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. കറക്റ്റ് നിങ്ങളുടെ സ്കിൻ കൺസേണിനനുസരിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.